അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഹസനിയ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മാത്തൂർ എന്ന പ്രദേശത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നൂർ മുഹമ്മദ് ഉസ്താദിന്റെ അരികിലേക്കാണ്. അതായത് പാലക്കാട്ടുകാരുടെ മാത്തൂർ ഉസ്താദ്. മഹാനവറുകളുടെ 1937 ജനിച്ചു. പ്രിയ മാതാപിതാക്കൾ പുത്തൻകളത്തിൽ സെയ്ദ് മുഹമ്മദിന്റെയും ബീഫാത്തുമ്മയുമാണ് മാതാപിതാക്കൾ. അവരുടെ 5 മക്കളിൽ രണ്ടാമതായിട്ടാണ് മഹാനായ മാത്തൂർ ഉസ്താദ് ജനിക്കുന്നത്. മഹാനവറുകൾ 2002 വഫാത്താകുന്നത്. മഹാനവറുകളുടെ ഈ ഒരു ജീവിത കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മാതൃകയും, പ്രത്യേകിച്ച് ആശിഖ് റസൂലായ മഹാനവറുകൾ തന്റെ അരികിലേക്ക് എത്തുന്ന എല്ലാ ആളുകളോടും സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. മഹാനവറുകൾക്ക് മുത്തഅല്ലിമീങ്ങളോട് വലിയ മുഹബ്ബത്തായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ആളുകൾ മഹാനവറുകളോട് വിഷമത്തോടുകൂടി വന്ന് പറയുകയാണ്, ഉസ്താദേ, ഞങ്ങളുടെ ലോറി കാണാതായിട്ടുണ്ട് എന്ന്. അവരടുത്ത് ഉസ്താദ് പറഞ്ഞത്, നിങ്ങളുടെ ലോറി മേട്ടുപ്പാളയത്തുണ്ടാവും, നിങ്ങൾ അവിടേക്ക് പോയി നോക്കിക്കോളൂ എന്നാണ്. ഇവർ ഉസ്താദിന്റെ വാക്ക് കേട്ട ഉടനെ മേട്ടുപ്പാളയത്തിലേക്ക് പോവുകയും സുബ്ഹാനല്ലാഹ്, അവിടെ എത്തിയപ്പോൾ തങ്ങളുടെ ലോറി പൊളിക്കാനിട്ടൊരു സാഹചര്യം. പെട്ടെന്ന് അവർ തങ്ങളുടെ ലോറി പിടിച്ചെടുത്ത് ഉസ്താദിന്റെ അരികിലേക്ക് സന്തോഷത്തോടെ ഈ കാര്യം പറയാനെത്തിയപ്പോൾ ഉസ്താദ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പാലക്കാട് ജാമിയ ഹസനയിൽ പോയി അവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ കൂട്ടി എന്റെ അരികിലേക്ക് വരൂ എന്നാണ്. അങ്ങനെ ഹസനയിലെ കുട്ടികളെ കൂട്ടി ഉസ്താദിന്റെ അരികിലേക്ക് വന്ന ആ ഒരു സംഭവ ബഹുലമായ ചരിത്രം ഒക്കെ നമ്മുടെ ഹസനയും ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി മഹാനവറുകളുടെ അരികിലേക്ക് വരുന്നു. മാത്രമല്ല, മഹാനവറുകളെ കുറിച്ച് ഇന്നും ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മക്കാമുകൾ മുസ്ലിമീങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മീയ സമാധാനമാണ്. അതായത് പലരുടെയും വലിയ മാനസിക പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലും മക്കാമുകൾ സന്ദർശിക്കുന്നത് വലിയ ആശ്വാസമാണ് കിട്ടുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഇടത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ വലിയൊരു ആത്മീയ ശാന്തിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, പിന്നെ തവസ്സുലും ദുആവും ഇതൊക്കെ മഹത്തുക്കളുടെ സമീപത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുമെന്നുള്ള കാര്യത്തിൽ മുഅ്മിനീങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരെ തേടി ഒരുപാട് ആളുകൾ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്നുണ്ട്. ഈ മക്കാമുകൾ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒത്തുചേരലുകൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഈ ഉറൂസുകളൊക്കെ നടക്കുമ്പോൾ ഒരു മത സൗഹാർദ്ദവും കൂടിയാണ് നിലനിൽക്കുന്നത്. എല്ലാ ആളുകൾക്കും പല വിധത്തിലുള്ള ഉപകാരങ്ങളാണ് മക്കാമുകൾ മുഖേന ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ പേരുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പല മഹാന്മാരുടെയും പേരുകളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇന്ന് മക്കാമുകളോട് അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യത്തീംഖാനകൾ, അന്നദാനം, ഇതൊക്കെ പല വിധത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളക്കരയിൽ മക്കാമുകൾ വലിയ രൂപത്തിലുള്ള സഹായമാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്തൂർ ഉസ്താദിന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ ഒരു വ്യക്തിയാണ് മഹാനായ മാത്തൂർ ഉസ്താദിന്റെ പ്രിയ മകളുടെ ഭർത്താവായ മഹാനായ ബഷീർ സഖാഫി ഉസ്താദ്. നമ്മുടെ ഒപ്പം ഉസ്താദുണ്ട്. ഉസ്താദിന്റെ അടുത്ത് മഹാനായ മാത്തൂർ ഉസ്താദിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഉസ്താദ്, മഹാനായ മാത്തൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ ഒരു കാര്യം എന്താണ്? മഹാനായ ഷെയ്ഖുന മാത്തൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, എൻ്റെ 12 വയസ്സ് മുതൽക്കാണ് ഉസ്താദിനെ ഞാൻ കാണുന്നത്. ഉസ്താദിന്റെ വഫാത്ത് വരെ ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞിടത്തോളം എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരായിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വരുന്നവരോടൊക്കെ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുകയും ധാരാളം ആൾക്കാർ അതനുസരിച്ച് സ്വലാത്ത് ചൊല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും സ്വലാത്തിന്റെ ഖാദിമീങ്ങളായി ധാരാളം ആളുകൾ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന് തോന്നിയിട്ടുള്ളത്, ഉസ്താദ് കാരണമായി ആയിരക്കണക്കായ ആളുകൾ ആലിമാകാനും മുത്താലിമാകാനും പ്രചോദിതരായി എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഇടക്കാലത്ത് പഠനം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു പോയപ്പോൾ തുടർന്ന് പഠിക്കാൻ പ്രചോദിപ്പിച്ച് ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ടതും മഹാനായ ഷെയ്ഖുന മാത്തൂർ ഉസ്താദാണ്. അപ്പോൾ ഇൽമ് പ്രചരിപ്പിക്കുക, ഇൽമ് പ്രോത്സാഹിപ്പിക്കുക, ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ അവരെ വളർത്തുക, ഇൽമിന് ഖിദ്മത്ത് ചെയ്യുക, അത് മഹാനായ ഷെയ്ഖുന മാത്തൂർ ഉസ്താദിന്റെ നമുക്ക് വളരെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹു ഉസ്താദിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. അപ്പോൾ ഉസ്താദ് മാത്തൂർ ഉസ്താദിന്റെ ജീവിതത്തെ ആ ഒരു പ്രധാനമായി, അതായത് ഉസ്താദിനെ സ്വാധീനിച്ച കാര്യങ്ങൾ ഓരോന്നായി നമുക്കിങ്ങനെ പറഞ്ഞു തന്നു. മഹാനായ മാത്തൂർ ഉസ്താദിന്റെ മക്കാം സന്ദർശിക്കാൻ വരുന്നവരോട്, അവരെ സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ ഉസ്താദിന് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? മഹാനായ ഷെയ്ഖുന മാത്തൂർ ഉസ്താദ് നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി ആമീൻ.
ഉസ്താദ് അവറുകളെ ഇഷ്ടപ്പെടുന്നവരോടും ഉസ്താദ് അവറുകളെ സിയാറത്ത് ചെയ്യാൻ വരുന്നവരോടും പറയാനുള്ളത് ഉസ്താദിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായി സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. 2, ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും കൂടുതൽ ഇഷ്ടപ്പെടുകയും അവർക്ക് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന്, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖും മഹബത്തും അത് വർദ്ധിപ്പിക്കാൻ സ്വലാത്ത് കാരണമാകുമെന്നും ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്തൂർ ഉസ്താദ് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഉസ്താദിനെ സന്ദർശിക്കാൻ വരുന്നവർ കൂടുതൽ ചെയ്യേണ്ടത് സ്വലാത്ത് വർദ്ധിപ്പിക്കലും ഇൽമിനെ ഇഷ്ടപ്പെടലും ഇൽമിന് ഖിദ്മത്ത് ചെയ്യലും സുന്നത്തുകൾ വർദ്ധിപ്പിക്കലും. അത് മാത്തൂർ ഉസ്താദിന് ഇഷ്ടമാണ്. അവരുടെ മദത് കിട്ടാനൊക്കെ അത് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദത് നമുക്ക് നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് അതിന് ഖിദ്മത്ത് ചെയ്യാനോ അത് ധാരാളം പ്രചരിപ്പിക്കാനോ അതിന്റെ ഖാദിമ്യങ്ങളായി മരണം വരെ ജീവിക്കാനും തഅല്ലുമു തഅലീമു തദ്രീസ് മുത്താല ഇതൊക്കെ കൊണ്ടും ദഅവത്ത് കൊണ്ടൊക്കെ ദീന് ശക്തിപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് പ്രിയ ബഷീർ ഉസ്താദിന്റെ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഉസ്താദിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വലിയൊരു വ്യക്തിത്വമാണ് മഹാനായ മാത്തൂർ ഉസ്താദ് എന്ന്. നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഉസ്താദിനെ നന്ദിയായി അറിയിക്കുന്നു. പുതിയ കാല സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ അറിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരുടെ അരികിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം. തീർത്തും അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് മഹാന്മാരോടൊരു ബന്ധം പുലർത്തിക്കൊള്ളുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അവരുടെയൊക്കെ ജീവിതകാലത്ത് അള്ളാഹുവിന് വേണ്ടി അവരുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പൊരുത്തം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.